അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ ആയിരുന്നു ഇവാലുവേഷൻ ഓഫ് റിയൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇൻവോൾവിങ് സൈൻ ആൻഡ് കൊസൈൻ ഫംഗ്ഷൻസ്. അപ്പോൾ നമുക്ക് കോഷി റെസിഡ്യൂ തിയറം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യനിൽ അല്ലേ, അതായത് പ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ കേസിൽ തന്നെ ചില പ്രോബ്ലത്തിൽ സൈനും കോസും ഫംഗ്ഷൻസൊക്കെ വരാം. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ, അതായത് ഈ മോഡലിലായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇൻ്റഗ്രൽ 0 to 2π ഇത് തന്നെ ആയിരിക്കട്ടെ, 0 to 2π, തീറ്റ വേറെ വാരി ചെയ്യുന്നില്ല, 0 to 2π എഫ് ഓഫ് സൈൻ തീറ്റ കോസ് തീറ്റ. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനിൽ സൈനും കോസും ഇൻക്ലൂഡ് ചെയ്യുക, ഡി തീറ്റ. അപ്പോൾ നമുക്കതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. സൈൻ തീറ്റയ്ക്ക് നിങ്ങൾ z മൈനസ് z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 2 ആയി, അതുപോലെ തന്നെ കോസ് തീറ്റയ്ക്ക് z പ്ലസ് z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 2, ഡി തീറ്റയ്ക്ക് dz ഡിവൈഡഡ് ബൈ iz. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പ്രോബ്ലം ചെക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾ നോക്കേണ്ടത് സൈൻ തീറ്റ ആകുമ്പോൾ ഡിവൈഡ് ബൈ 2i ഉണ്ട്, കോസ് തീറ്റയ്ക്ക് ബൈ 2 ഉള്ളൂ, ഡി തീറ്റയ്ക്ക് iz ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ സൈനിനും കോസിന് പകരം ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കോഷി റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്കതിൻ്റെ ഇവാലുവേഷൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ചില കേസിലൊക്കെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അതുപോലെ തന്നെ ഇൻറ്റഗ്രേഷൻ വളരെ ടഫായിട്ട് വരുന്ന കേസുണ്ട്. ആ കേസിലൊക്കെ നമുക്ക് ഈ കോഷി റെസിഡ്യൂ തിയറം യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. പ്രോബ്ലം നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ്റഗ്രൽ 0 to 2π ഡി തീറ്റ ഡിവൈഡ് ബൈ 13 മൈനസ് 5 ഇൻറ്റു സൈൻ തീറ്റ അല്ലേ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ലെറ്റ് z ഇസ് ഈക്വൽ ടു e റേസ് ടു i തീറ്റ. ഓക്കെ, തീറ്റ വാരീസ് ഫ്രം 0 to 2π ആണ്. ദെൻ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്, സൈൻ തീറ്റ. ഇവിടെ സൈൻ തീറ്റ മാത്രമേ ഉള്ളൂ അല്ലേ, സൈൻ തീറ്റയും ഡി തീറ്റയും ഉള്ളൂ, കോസ് തീറ്റ ഇല്ല. ദാറ്റ് ഈസ് സൈൻ തീറ്റയ്ക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, z മൈനസ് z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 2i, that is 1/2i into z minus z inverse എന്ന് പറഞ്ഞാൽ എന്താണ്, z minus 1/z അല്ലേ. അതുപോലെ തന്നെ ഡി തീറ്റയ്ക്ക് എന്ത് കൊടുക്കാം, 1/iz into dz. ഓക്കെ, ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ അത് ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇൻ്റഗ്രൽ 0 to 2π ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, dz ഡിവൈഡഡ് ബൈ iz ഡിവൈഡഡ് ബൈ 13 മൈനസ് 5 ഇൻറ്റു സൈൻ തീറ്റയ്ക്ക് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്, സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇവിടെ എന്താ വരുന്നത്, 1/2i z മൈനസ് 1/z ആണ്. ദാറ്റ് ഈസ് 1/2i z മൈനസ് 1/z ആണ്. ക്ലിയർ? ഇത്രയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇസ് ഈക്വൽ ടു എന്താ വരിക, ഇൻ്റഗ്രൽ 0 to 2π 1/13 മൈനസ് ഇവിടെ 5 അല്ലേ, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 5/2i, 5നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5/2i ഇൻറ്റു z മൈനസ് 1/z ഇൻറ്റു ഞാൻ ഇവിടെ ഈ dz ഡിവൈഡഡ് ബൈ iz എന്ന് എഴുതാണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്രോസ് ചെയ്യൊക്കെ വേണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 5/2iനെ ഇൻറ്റു z മൈനസ് 1/z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഈ 13 എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്തിട്ട് ഇവിടെ ഒരു iz ഉണ്ട്, അതുകൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ലാസ്റ്റ് വരുന്നത് കറക്റ്റ് ആൻസർ കിട്ടുകയും ചെക്ക് ചെയ്ത് നോക്കുക, ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π 2dz ഡിവൈഡഡ് ബൈ 26 iz മൈനസ് 5z സ്ക്വയർ പ്ലസ് 5 എന്നായി. ക്രോസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇത്രയും കിട്ടില്ലേ, ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π 2dz ഡിവൈഡഡ് ബൈ, ഇതിനെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് iz പ്ലസ് 5 ഇൻറ്റു 5iz പ്ലസ് 1. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ഇത് തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടി. ദെൻ ഇത്രയും ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലുള്ളതിന് എഫ് ഓഫ് സെറ്റ് അല്ലേ, നമ്മൾ അങ്ങനെ എടുക്കാറുള്ളത് കോഷി റെസിഡ്യൂ തിയർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എന്താ വരിക, 2 ഡിവൈഡഡ് ബൈ iz പ്ലസ് 5 ഇൻറ്റു 5iz പ്ലസ് 1 ആയിരിക്കും വരുന്നത്. ഇനി ഇവിടെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് നമുക്ക് കണ്ടെത്തണം. ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക, ഡിനോമിനേറ്ററിൽ അല്ലേ, ഏതിൻ്റെയൊക്കെ വാല്യൂവിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നോക്കുക. ദാറ്റ് ഈസ് എഫ് ഓഫ് സെറ്റിൽ z ഇസ് ഈക്വൽ ടു, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് ഏതൊക്കെ വരിക, z ഇസ് ഈക്വൽ ടു iz പ്ലസ് 5 0 ആവുന്നത്. അപ്പോൾ എന്താ വരിക, z ഇസ് ഈക്വൽ ടു മൈനസ് 5/i, ദാറ്റ് ഇസ് ഈക്വൽ ടു 5i എന്ന് എഴുതാം. ഒരു കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5i എന്ന് വരും. അതുപോലെ തന്നെ z ഇസ് ഈക്വൽ ടു i/5 ആണ് വരുന്നത്. അപ്പോൾ z ഇസ് ഈക്വൽ ടു മൈനസ് 5/iയും ദാറ്റ് ഇസ് ഈക്വൽ ടു 5i എന്ന് എഴുതാം. അതുപോലെ തന്നെ z ഇസ് ഈക്വൽ ടു i/5 ആണ് എന്ത് ഇവിടുത്തെ സിംഗുലാർ പോയിന്റ്സ് വരും അല്ലേ. ഇതിൽ നിന്നും രണ്ടിൽ നിന്നും z-ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അതായിരിക്കും എന്ത് അതിൻ്റെ സിംഗുലാർ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് എപ്പോഴും z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ
z is equal to e raised to I theta ആണ്. ദാറ്റ് ഈസ് മോഡ് z എന്താ വരിക? അപ്പോൾ മോഡ് z is equal to 1 അല്ലേ. മോഡുലസ് ഓഫ് e raised to I theta എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. മോഡുലസ് ഓഫ് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. മോഡ് z 1 ആയിരിക്കും. അപ്പോൾ ആ മോഡ് z സി എന്ന് പറയുന്ന കർവ് മോഡ് z is equal to 1-ൽ ഇതിൽ ഏത് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുക? അതെല്ലാം നമ്മളെപ്പോഴും നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് മോഡ് z is equal to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളാണ് വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് 1 ആയിട്ടുള്ള ഈ സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന പോയിന്റ്സ് ഇതിൽ ഏതായിരിക്കും? I/5 ആയിരിക്കും, -5/i ആയിരിക്കും ഇതിൽ വരുന്നത്. I/5 ആയിരിക്കും. എന്താണ്? ക്ലിയർലി ഇതായിരിക്കും പോയിന്റ് 0 1/5 ആയിരിക്കും പോയിന്റ് വരുന്നത്. അതായത് ഇത് ഏകദേശം എന്തായിരിക്കും? 1/5 എന്ന് പറഞ്ഞാൽ 0.2 ഇതിൻ്റെ അടുത്തായിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സിൽ ഇത് ഏതായിരിക്കും? എഫ് ഓഫ് സെഡ് ഹാസ് എ സിമ്പിൾ പോൾ ആവില്ല. അപ്പോൾ നമ്മൾ എന്താ സിമ്പിൾ പോൾ പറഞ്ഞിരുന്നത്? ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് എക്സിസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ സിമ്പിൾ പോളാന്ന് പറയുന്നത്. അപ്പോൾ z is equal to I/5 എന്തായിരിക്കും? എഫ് ഓഫ് സെഡ് ഹാസ് എ സിമ്പിൾ പോൾ അല്ലേ. സിമ്പിൾ പോളായിരിക്കും വരുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ സിമ്പിൾ പോളിലാണ് വരുന്നതെങ്കിൽ നമ്മൾ റെസിഡ്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റെസിഡ്യൂ അറ്റ് z is equal to I/5 എഫ് ഓഫ് z is equal to ലിമിറ്റ് z tends to I/5 അല്ലേ. z മൈനസ് I/5 ഇൻറ്റു 2 ഡിവൈഡ് എഫ് ഓഫ് z നടത്തിയത് അല്ലേ. 2 എന്തായിരുന്നു ഇവിടെ? എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ 2/iz പ്ലസ് 5 ഇൻറ്റു 5iz പ്ലസ് 1 വരും. ഓക്കെ, സി ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1/12i എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ സിംഗുലർ റെസിഡ്യൂ കിട്ടിയില്ലേ. ഇനി നമുക്ക് കോഷി റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ദെൻ ഇൻറ്റഗ്രൽ ഓവർ 0 to 2π. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? d തീറ്റ ഡിവൈഡഡ് ബൈ 13 മൈനസ് 5 സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? നമുക്ക് എഴുതാം integral over c f of z dz is equal to 2πi residue at z is equal to I/z അല്ലേ. I/5 ഇവിടെ വരുന്നത്. I/5 f of z എന്ന് എഴുതാൻ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? 2πi റെസിഡ്യൂ അറ്റ് z is equal to I/5 f of z എന്താ കിട്ടിയത്? 1/12i ആയിരുന്നു. ഈ ഐയും ക്യാൻസൽ ചെയ്ത് 6 അല്ലേ. ദാറ്റ് ഈസ് π/6 ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് കിട്ടി ഇതിൻ്റെ വാല്യൂ എന്താണ്? π/6 ആണെന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ സൈനും കോസും വരുന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് സൈൻ തീറ്റയ്ക്ക് എന്ത് കൊടുക്കുക? z മൈനസ് z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 2 ആയിരുന്നു. കോസ് തീറ്റയ്ക്ക് z മൈനസ് z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 2 കൊടുക്കുക അല്ലേ. അതുപോലെ തന്നെ കോസ് തീറ്റയ്ക്ക് എന്ത് കൊടുക്കുക? z പ്ലസ് z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 2, ഡി തീറ്റയ്ക്ക് dz ഡിവൈഡഡ് ബൈ iz കൊടുക്കുക. എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ നമ്മൾ ചെറുതാക്കിയതിന് ശേഷം അതിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്ന വാല്യൂ നമുക്ക് തന്നിട്ടുള്ള റീജിയനിൽ ഏതാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കുക. ദെൻ അതിൻ്റെ റെസിഡ്യൂ ചെക്ക് ചെയ്യുക. അത് പോളാണോ ഏതാണെന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം അതിൻ്റെ റെസിഡ്യൂ ചെക്ക് ചെയ്യുക. റെസിഡ്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് ബൈ കോഷി റെസിഡ്യൂ തിയറം ഇതിൽ അപ്ലൈ ചെയ്ത് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ 0 to π cos 2 തീറ്റ ഡിവൈഡഡ് ബൈ 5 + 4 cos തീറ്റ ഡി തീറ്റ അല്ലേ. അപ്പോൾ ഇവിടെ 0 to π ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 0 to 2π ആക്കി മാറ്റണം. എങ്ങനെ നമുക്ക് ഇതിനെ 0 to 2π ആക്കി മാറ്റാം? cos 2 തീറ്റ ഡിവൈഡഡ് ബൈ 5 + 4 cos തീറ്റ ഡി തീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഒരു 1/2 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 2π എന്ന് എഴുതാം അല്ലേ. 1/2 0 to 2π പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രലാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? 0 to π നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 2π cos 2 തീറ്റ ഡിവൈഡഡ് ബൈ 5 + 4 cos തീറ്റ ഡി തീറ്റ എന്നാക്കി മാറ്റും. ഇപ്പോൾ നമ്മുടെ ഫോമുല ആയി അല്ലേ. ഇനി എന്ത് ചെയ്യുക? കോസ് തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഡി തീറ്റയ്ക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ടു 1/2 ഇൻറ്റു അല്ലേ. നമ്മൾ കോസ് തീറ്റയ്ക്ക് എന്താ കൊടുക്കാറുള്ളത്? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു z പ്ലസ് z ഇൻവേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഡി തീറ്റയ്ക്ക് എന്താ കൊടുക്കാറുള്ളത്? dz ഡിവൈഡഡ് ബൈ iz അല്ലേ. z ഇസ് ഈക്വൽ ടു e റൈസ് ടു I തീറ്റ. അപ്പോൾ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിട്ട് മാറും? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ മുകളിൽ cos 2 തീറ്റ ഉണ്ട് അല്ലേ. cos 2 തീറ്റ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ cos 2 തീറ്റനെ നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? 2 cos സ്ക്വയർ തീറ്റ മൈനസ് 1 ഇങ്ങനെ എഴുതാം നമുക്ക്. ദാറ്റ് ഈസ് അത് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. കോസ് തീറ്റയ്ക്ക് നമ്മൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ വരിക? z പ്ലസ് 1/z ഹോൾ സ്ക്വയർ എന്നല്ലേ. ഇവിടെ ഒരു 4 വരും അല്ലേ. കാരണം കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ തന്നെ 1/2 z പ്ലസ് 1/z ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? z പ്ലസ് 1/z ഹോൾ സ്ക്വയർ ബൈ 4 ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു. ദെൻ -1. അപ്പോൾ ഇനി കോസ് 2 തീറ്റൻ്റെ പ്ലേസിൽ നമ്മൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ദെൻ കോസ് തീറ്റൻ്റെ പ്ലേസിൽ ഇത് കൊടുക്കാം, ഡി തീറ്റൻ്റെ പ്ലേസിൽ ഇതും കൊടുക്കാം. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്ത് വരും? therefore ഇൻറ്റഗ്രൽ 0 to pi, ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 0 to pi cos 2 theta ഡിവൈഡഡ് ബൈ 5 plus 4 cos theta d theta is equal to 1/2 into integral 0 to 2 pi cos 2 theta divided by 5 plus 4 cos theta d theta is equal to എങ്ങനെ കൊടുക്കുക? ഇനി 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ സി 1/2 കോസ് 2 തീറ്റൻ്റെ പകരം നമ്മൾ എന്താ കൊടുക്കുന്നത് ഇപ്പോൾ അല്ലേ? അതായത് 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിട്ട് മാറും? 1/2 എന്നായിട്ട് മാറും അല്ലേ? 1/2 ഇൻറ്റു z പ്ലസ് 1/z ഹോൾ സ്ക്വയർ മൈനസ് 1 അല്ലേ ഡിവൈഡഡ് ബൈ 5 പ്ലസ് 4 ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം എന്താ വരുന്നത്? കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു z പ്ലസ് 1/z എന്ന് വരും. ഓക്കെ, ഇൻറ്റു ഡി തീറ്റയ്ക്ക് പകരം ഡി സെഡ് ഡിവൈഡഡ് ബൈ ഐ സെഡ് എന്ന് വരും. ഓക്കെ, ഇതിന് നിങ്ങൾ ഒരുപാട് ചെറുതാക്കാനാണ്. കാരണം ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക, -1 ചെയ്യണം, ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിന് സിമ്പിളായിട്ട് ഇനി എഴുതുന്നേ ഉള്ളൂ. ഇസ് ഈക്വൽ ടു എന്ത് വരും? 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ 0 to 2 pi, ഇവിടെ 1/2 z പ്ലസ് 1/z ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് എങ്ങനെ വരും? z സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു z ഇൻറ്റു 1/z പ്ലസ് 1/z ഹോൾ സ്ക്വയർ എന്ന് വരിക 1/2 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1/z സ്ക്വയർ ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ അതുപോലെ താഴെ ഇവിടെ 2ഉം ഇതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 2 വരും. ദാറ്റ് ഈസ് 5 പ്ലസ് 2 ഇൻറ്റു z പ്ലസ് 1/z എന്ന് വരും അല്ലേ? ഇൻറ്റു ഡി സെഡ് ഡിവൈഡഡ് ബൈ ഐ സെഡ് എന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ വരിക? ഇസ് ഈക്വൽ ടു ഇതിനെ വീണ്ടും നമ്മൾ ക്രോസ് ചെയ്യുക. z സ്ക്വയർ പ്ലസ് z സ്ക്വയർ എന്ന് പറഞ്ഞാൽ z⁻² 4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ z സ്ക്വയർ ഉണ്ടായിരിക്കും. താഴെ വീണ്ടും എന്തുണ്ടായിരിക്കും? ഒരു z സ്ക്വയർ പ്ലസ് 1 അല്ലേ? അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് 1/, ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, 4 ആയി, ഇവിടെ ഒരു i ഉണ്ട് അല്ലേ? 1/4 ആയി ഇൻറ്റഗ്രൽ 0 to pi അല്ലേ? 2 pi അല്ലേ? ഇത് വരും 0 to 2 pi z സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ z⁻4 പ്ലസ് 1 ആവും അല്ലേ? z⁻4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ z സ്ക്വയർ ഇൻറ്റു 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2 ഇങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതെല്ലാം കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ഇസ് ഈക്വൽ ടു 1/4i ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ്. ഇപ്പോൾ ഇതാണ് എഫ് ഓഫ് സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എഫ് ഓഫ് സെറ്റ് ഇവിടെ വേറിട്ട് എഴുതാം. ദാറ്റ് ഈസ് എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? z സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ z സ്ക്വയർ ഇൻറ്റു 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ ഇതിന് z സ്ക്വയർ ഇവിടെ ഒന്നുണ്ട്. അതായത് ഒരു വാല്യൂ z ഇസ് ഈക്വൽ ടു 0 ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് വരുന്നത്. അടുത്തത് എന്തായിരിക്കും? ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തണം. ഇതിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടെത്താം? 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2. ഇത് നിങ്ങൾക്ക് ബി സ്ക്വയർ മൈനസ് 4ac വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് z ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് അല്ലേ? മൈനസ് ബി എന്ന് പറഞ്ഞാൽ 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞാൽ 25 മൈനസ് 16/4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ -2 ഓർ -1/2 എന്ന് പറയും. അപ്പോൾ സെഡിന് നമുക്ക് 2 വാല്യൂ കിട്ടും അല്ലേ? z ഇസ് ഈക്വൽ ടു -2 ഓർ z ഇസ് ഈക്വൽ ടു -1/2. അപ്പോൾ നമുക്ക് ഇവിടെ ഡിനോമിനേറ്ററിൽ 0 ആവുന്ന ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് വരിക? ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റ്സ് ഇസ് ഈക്വൽ ടു z ഇസ് ഈക്വൽ ടു 0 അല്ലേ? കാരണം ഇവിടെ ഒരു z സ്ക്വയർ ഉണ്ട്, z ഇസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ z ഇസ് ഈക്വൽ ടു -2, z ഇസ് ഈക്വൽ ടു -1/2. ഇനി ഇവിടെ മോഡ് z ഇസ് ഈക്വൽ ടു 1 ഉള്ളത് തന്നെ ആയിരുന്നു നമ്മുടെ പോയിന്റ് വന്നിരുന്നത്. കാരണം z ഇസ് ഈക്വൽ ടു e⁻⁴ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? z ഇസ് ഈക്വൽ ടു -2 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഔട്ട് സൈഡ് ആയിരിക്കും. കാരണം 1 ഉള്ളൂ റേഡിയസ് വരുന്നില്ല. അപ്പോൾ -2 എന്തായാലും പുറത്തായിരിക്കും. -1/2 ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ടായിരിക്കും. 0യും എന്തായിരിക്കും? ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ z ഇസ് ഈക്വൽ ടു 0യും z ഇസ് ഈക്വൽ ടു -1/2 എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സിംഗുലാർ പോയിൻറ്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ റെസിഡ്യൂ ചെക്ക് ചെയ്യണം അല്ലേ? z ഇസ് ഈക്വൽ ടു 0യിലുള്ളതും z ഇസ് ഈക്വൽ ടു -1/2 വരുന്ന റെസിഡ്യൂ ചെക്ക് ചെയ്യുക. z ഇസ് ഈക്വൽ ടു 0യിൽ ഇതെന്താണെന്ന് നോക്കുക. z ഇസ് ഈക്വൽ ടു 0യിൽ എന്താ ഇവിടെ വരുന്നത്? z-0 ഹോൾ സ്ക്വയർ ആണ് അല്ലേ? ദാറ്റ് ഈസ് ഇതിന് സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ എന്താ നമുക്ക് പറയാൻ പറ്റും? ഈസ് എ പോൾ ഓഫ് ഓർഡർ 2 ആണ്. അതുപോലെ ഇതോ z ഇസ് ഈക്വൽ ടു -1/2 ഈസ് എ പോൾ ഓഫ് ഓർഡർ 1 ആയിരിക്കും. അപ്പോൾ പോൾ ഓഫ് ഓർഡർ 2ൽ എങ്ങനെയാണ് റെസിഡ്യൂ ചെക്ക് ചെയ്യുന്നത് അതുപോലെ ഇതിൻ്റേത് ചെക്ക് ചെയ്യുക. ഇതിൽ സിമ്പിൾ പോളിൽ എങ്ങനെയാണ് നമ്മൾ റെസിഡ്യൂ ചെക്ക് ചെയ്യുന്നത് അതുപോലെ ഇവിടെയും ചെക്ക് ചെയ്യാം. അപ്പോൾ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ നോക്കാം? റെസിഡ്യൂ അറ്റ് z ഇസ് ഈക്വൽ ടു 0 എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു ഓഫ് ഓർഡർ 2 ആണ് വരുന്നത്. ഓർഡർ 2ൽ നമ്മൾ എങ്ങനെയായിരുന്നു എടുത്തിരുന്നത്? 1/m-1 ഫാക്ടോറിയൽ ഇക്വേഷൻ ഓർമ്മല്ലേ? അപ്പോൾ എന്താ പറയുക? 1/2 -1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1/1 ഫാക്ടോറിയൽ ഇൻറ്റു
ലിമിറ്റ് z ടെൻസ് ടു 0 d/dz ഓഫ് z സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് z അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതിയിരുന്നത്, ലിമിറ്റ് z ടെൻസ് ടു 0 1/1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, d/dz ഓഫ് z സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, z⁴ + 1 ബാക്കി അവിടെ വരുന്ന ടേം അല്ലേ, അതായത് നമ്മൾ എഴുതിയിരുന്നത് +2 എന്ന് വരും. ഓക്കെ, ഇതിൽ നിങ്ങൾ ഇത് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ d/dz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ കോഷ്യൻ്റ് റൂൾ വെച്ചിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് മൈനസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ സ്ക്വയർ അല്ലേ. ഇതെങ്ങനെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദെൻ ഫസ്റ്റ് ഇതിൻ്റെ കൊടുക്കുക, അതായത് z⁴ + 1 എന്താ പറയുക 4z³ ഇൻറ്റു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തത് എഴുതാം അല്ലേ, മൈനസ് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഇൻറ്റു മുകളിലെ ഫംഗ്ഷൻ അതായത് z⁴ + 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 2z² + 5z + 2 ഹോൾ സ്ക്വയർ എന്ന് വരും. ദെൻ ഇതിലെന്ത് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക, അതായത് സെറ്റിൻ്റെ പ്ലേസിലൊക്കെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് -5/4 എന്നുള്ളതായിരിക്കും റെസിഡ്യൂ വരുന്നത്. ദാറ്റ് z = 0 റെസിഡ്യൂ ഇത് കിട്ടി. ഇനി അടുത്തത് എന്താ വേണ്ടത്, റെസിഡ്യൂ ആയിട്ട് z = -1/2 അല്ലേ. -1/2 റെസിഡ്യൂ എഫ് ഓഫ് z നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ഇത് സിമ്പിൾ പോളാണ്. സിമ്പിൾ പോളായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി, ജസ്റ്റ് ലിമിറ്റ് കൊടുക്കുക അല്ലേ. ലിമിറ്റ് z ടെൻസ് ടു -1/2 എഫ് ഓഫ് z z⁻z² എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് z + 1/2 എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു ഇതും അതുപോലെ തന്നെ നിങ്ങൾ എഫ് ഓഫ് സെറ്റിൻ്റെ വാല്യൂ അവിടെ കൊടുക്കുക. എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ z² + 1 ഡിവൈഡഡ് ബൈ 2z² ഇൻറ്റു z + 2 ആയിരിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ 17/12. അപ്പോൾ ഇവിടുത്തെ റെസിഡ്യൂ കിട്ടി, അതുപോലെ തന്നെ റെസിഡ്യൂ കിട്ടി. അപ്പോൾ ഇനി കോഷി റെസിഡ്യൂ തിയറം യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, ഇൻറ്റഗ്രൽ ഓവർ c എഫ് ഓഫ് z dz ഇസ് ഈക്വൽ ടു 2πi. ഇവിടെ 2 റെസിഡ്യൂ വന്നു അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, റെസിഡ്യൂ ആയിട്ട് z ഇസ് ഈക്വൽ ടു 0 എഫ് ഓഫ് z പ്ലസ് റെസിഡ്യൂ ആയിട്ട് z ഇസ് ഈക്വൽ ടു -1/2 എഫ് ഓഫ് z. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് എന്ത് വരും, 2πi റെസിഡ്യൂ. ഇത് എത്രയായിരുന്നു റെസിഡ്യൂ കിട്ടിയിരുന്നത്, -5/4 പ്ലസ് 17/12 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു πi/3 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രൽ വാല്യൂ ഇതാണെന്ന് കിട്ടി, πi/3 എന്ന് കിട്ടി. നമ്മൾ ഇവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഇവിടെ നമുക്ക് ഇൻറ്റഗ്രൽ, അതായത് നമുക്ക് തന്നിരുന്ന ഇൻറ്റഗ്രൽ 0 to π, ആ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ 1/4i ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ c എഫ് ഓഫ് z dz. ഇതിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ വാല്യൂ ആണ് എന്ത് കിട്ടിയത്, πi/3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഒരു 1/4i കൂടെ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 1/4i കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഫൈനലി എന്ത് കിട്ടും, therefore അല്ലേ എന്ന് എഴുതാൻ പറ്റും. therefore ഇൻറ്റഗ്രൽ 0 to π cos 2θ ഡിവൈഡഡ് ബൈ 5 + 4 cos θ എന്ന് പറയുന്നത് എന്താണ്, 1/4i ഇൻറ്റു ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്തായിരുന്നു, πi/3 ആയിരുന്നു. ദാറ്റ് ഈസ് എന്ത് വരും, π/12 എന്ന് വരും. ഇവിടെ ഐയും ഐയും ഒക്കെ ക്യാൻസൽ ചെയ്ത് π/12 ആയിരിക്കും ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ.